കറക്റ്റ് നിൽക്കടാ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരൂരാണ് കേട്ടോ. തിരൂർ മാർക്കറ്റിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചക്കത്തെ അവസ്ഥ അവർക്ക് പോയവർക്കറിയാം. അവിടുത്തെ അവസ്ഥ വമ്പൻ തിരക്കാണ്. പല ജാതി കച്ചവടക്കാരും അന്ന് ഇറങ്ങുന്ന സമയമാണ് വെള്ളിയാഴ്ച മാർക്കറ്റ്. ഇത് കണ്ട നിങ്ങൾ, തീപ്പെട്ടിത്തോക്കാണത്. ഇതിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തീപ്പെട്ടിക്കൊള്ളി അതിലേക്ക് ഇട്ട് പൊട്ടിക്കുക. കെല്ലിലെ അവിടെ എന്തൊക്കെയുള്ളതൊക്കെ ഒന്ന് നോക്കിക്കളെ. പല ജാതി കച്ചവടക്കാരും വരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച തിരൂർ മാർക്കറ്റിലുള്ളത്. ഗൾഫ് മാർക്കറ്റിൻ്റെ ആ ഒരു ഓരത്താണ് ഇവരൊക്കെ ഒത്തുകൂടുന്നത്. ഡ്രസ്സുകൾ, കളിപ്പാട്ടങ്ങൾ, മൊബൈലുകൾ, പഴയ സാധനങ്ങൾ എല്ലാം രംഗത്തിറങ്ങുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. പല ഇനം ടീഷർട്ടുകൾ. ഷെഫീക്ക് 2-3 ടീഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പക്ക ക്വാളിറ്റി ഉള്ള ഷർട്ടുകളാണെന്നുള്ളത് പ്രത്യേകതയാണ്. നമ്മൾ ലാട്ട് സാധനമല്ല ഇവിടെ ഉള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്. വില ആണെങ്കിലോ വളരെ തുച്ഛം. ഷെഫീക്കും കെലിയിലും ഓരോ ഷർട്ട് എടുത്തു. അപ്പോൾ ഷർട്ട് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ആകാംക്ഷ, നമുക്കൊന്നും എടുത്താൽ തിരക്കടില്ല. അപ്പോൾ ഒന്നും നോക്കിയില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ആ ജീൻസ് ടൈപ്പുള്ള ആ ടൈപ്പ് 2-3 കൊടുത്ത് നോക്കി, ലാർജ് കിട്ടണില്ല. അപ്പോൾ ലാർജ് അന്വേഷിച്ച് ലാസ്റ്റ് ഒരു ഇക്കയുടെ കടയുടെ അവിടുത്തെ എത്തിയപ്പോൾ അവിടെ ലാർജ് റെഡിയാണ്. അപ്പോൾ എത്ര പൈസ ചോദിച്ചപ്പോൾ അവിടെ 300 റുപ്യ, എല്ലാവർക്കും 300 റുപ്യ ഉള്ളൂ എന്ന് പറഞ്ഞു. ആർക്കും 300-ൽ കൂടുതലില്ല. അങ്ങനെ മൂപ്പരെ ക്യാഷൊക്കെ ഞാൻ കൊടുത്ത് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. മൂപ്പരെ തിരൂരുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞങ്ങൾക്കൊക്കെ ഇവിടെ കടയുണ്ട്, കുറച്ച് ബാക്കിൽ കടയുണ്ട്. ആ കടയിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ഒരു ദിവസത്തേക്ക് നമുക്ക് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ചിലവായി പോവും. അദ്ദേഹം അതാ പറഞ്ഞു. കടയിൽ കുത്തിറക്കുകയാണെങ്കിൽ ആ കുത്തിറക്കലേ ഉണ്ടാവുള്ളൂ, ഒരു സാധനം പോവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം വരുമ്പോൾ വെള്ളിയാഴ്ച ഒരുവിധം സാധനങ്ങളൊക്കെ കെട്ടിക്കിടക്കണൊക്കെയാണ് പോവും. അപ്പോൾ കടയിലെ സാധനം എന്ന് പറയുമ്പോൾ അത്രയും നമുക്ക് ഗ്യാരണ്ടിയാണ്, സാധനം നല്ല ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ മൂപ്പര് പറഞ്ഞ് ഇത്രയും ആൾ വരാനുള്ള കാരണം ഈ ബ്ലോഗർമാരും മറ്റുള്ള ആളുകളൊക്കെ വന്ന് വീഡിയോസ് ചെയ്ത് കാണാൻ ഇത്രയും ആളുകൾ വന്നതെന്ന് പറഞ്ഞു. പിന്നെന്ന് പറഞ്ഞാൽ പല വ്യത്യസ്തമായ കച്ചവടങ്ങൾ നമ്മൾ കാഴ്ച കാണാൻ പറ്റുന്നത് അവിടെ. എനിക്കൊരു സെപ്പറേറ്റ് വേണം. നിങ്ങൾ ഏത് പോലെ എടുത്തു 150, 200, 200, ഇതാണ് മക്കളെ കരിപ്പട്ടി പറഞ്ഞ സാധനം. ചക്കരക്കാപ്പി ഉണ്ടാക്കാൻ ബെസ്റ്റ് സാധനമാണ്. ഇതിൻ്റെ വില നമുക്ക് ചോദിച്ചു നോക്കാം. 50 2 100 രൂപ. ചുക്ക്, കുരുമുളക്, അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് ഇപ്പുറത്തെ സൈഡിലൂടെ നടന്നപ്പോൾ അവിടെ നല്ല ഫ്രൂട്ട്സ് ഐറ്റംസും വെജിറ്റബിൾസും കാണാനിടയായി. അപ്പോൾ നല്ല ആപ്പിൾ, നല്ല ചൊക്ലിപ്പയമുള്ള ആപ്പിൾ, നല്ല വലിപ്പമുള്ള ആപ്പിൾ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങാമെന്നുള്ള പ്രതീക്ഷയിൽ ഷെഫീക്കും കലീലും അതിന് തയ്യാറായി. അപ്പോൾ മറ്റുള്ള കടയെ അപേക്ഷിച്ച് നല്ല വലിപ്പമുള്ള ആപ്പിൾ ഇവിടെയാണ് കണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷെഫീക്ക് ഓരോ കിലോ ആപ്പിളുകൾ അവിടെ നിന്ന് വാങ്ങി. അപ്പോൾ ഈ ആപ്പിളിന് പ്രത്യേകത, നമ്മൾ മറ്റുള്ള കടയെ അപേക്ഷിച്ച് ഇവിടെ നല്ല വലിപ്പവും അതേ കളറിലുള്ളതും കണ്ടപ്പോഴാണ് ഇവിടെ നിന്ന് വാങ്ങാൻ ഉദ്ദേശിച്ചത്. മറ്റുള്ള കടകളൊക്കെ അവിടെ അടുത്തടുത്തുണ്ട്, പക്ഷേ നല്ല വലിപ്പമുള്ളത് ഇവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങി ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ നിരന്ന് കിടക്കുകയാണ്. അപ്പോൾ തിരൂർ മൊത്തത്തിൽ ആളെ കൊണ്ട് തിരിയാനും അറിയാനും വയ്യ കേട്ടോ. അപ്പം മക്കളെ, വെള്ളിയാഴ്ച തിരൂർക്ക് പോരി, ബസ് കയറിക്കോളി, ഒരു നഷ്ടം വരില്ല. നിങ്ങൾക്ക് കാണാൻ തന്നെ കാഴ്ചകൾ വളരെയധികം ഏറെയാണ്. അത്രത്തോളം നടന്ന് ഇവിടുത്തെ കച്ചവട കാഴ്ചകൾ തന്നെ കാണാനുണ്ട്. ഇത് കണ്ടെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായ പല സാധനങ്ങളും ഒറ്റ കുടക്കയിൽ, ചട്ടിയും പാത്രവും കയ്യിലും സ്ക്രൂ ഡ്രൈവറും എല്ലാം ഒറ്റ കുടയിൽ. ആളുകളിങ്ങനെ പർച്ചേസ് ചെയ്യുന്നു, പോകുന്നു, വരുന്നു. വമ്പൻ തിരക്കാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു മുതൽ എവിടുന്ന് കണ്ടാലും അതൊന്ന് വാങ്ങിപ്പോരാതെ എൻ്റെ മനസ്സ് സമ്മതിക്കില്ല. എവിടുന്നായാലും അത് കണ്ടാൽ എനിക്കൊരു ആകർഷണമാണ്. അത് ഈ കുറേ കാലമായിട്ട് ഇങ്ങനെ ഉണ്ട്. ഷെഫീഖിനോട് ചോദിച്ചു, ഞാൻ എങ്ങനെ ഉണ്ടാ ചോദിച്ചു. മമ്മൂട്ടിയിലിടാറും ഒന്നും നോക്കിയില്ല, ഒന്ന് സാമ്പിൾ നോക്കിയതാണ്. അപ്പം ഞാൻ വെറുതെ മുന്നോട്ട് നടന്നു. അപ്പോൾ ഇന്ത്യക്കാരനാകെ ബേജാറായിക്കണം. ഞാൻ മുങ്ങ വിചാരിച്ച് കണ്ണൊക്കെ അടുപ്പിച്ചിരിക്കണം. പിന്നെ വല്ലാണ്ടേനെ പോയി ഒന്ന് മയത്തിൽ. അപ്പോൾ മൂപ്പര് ഷോപ്പിങ്ങായി വീഡിയോ ചെയ്യുകയാണെന്ന് മനസ്സിലായപ്പോൾ ആകെ ബേജാറായിക്കണം. അങ്ങനെ 2-3 എണ്ണമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ
എങ്ങനെയൊക്കെയുണ്ടെന്നുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞ്. അപ്പോൾ ഒരു കണ്ണാടക്ക് 100 രൂപയാണ്. അപ്പോൾ മൂപ്പര് വേറൊരു പെട്ടിയിൽ വെച്ചിട്ടുണ്ട്, അത് 120 എന്ന് പറഞ്ഞു. അങ്ങനെ 120ൻ്റെ ഒന്ന് നോക്കി, 120ൻ്റെ ഗ്ലാസ് എങ്ങനെയുണ്ട് എന്ന് നോക്കി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ചൊക്കെ നോക്കി, ഒന്ന് വെച്ച് നോക്കി. സംഗതി ഗ്ലാസ്സൊക്കെ സെയിം ക്വാളിറ്റി തന്നെ ഉള്ളൂ. ഫ്രെയിം ചെറിയൊരു മെറ്റൽ പീസാണെന്നുള്ളൂ. സംഗതി 100 റുപ്യേൻ്റെ വകുപ്പേനാണുള്ളത്. പിന്നെ ഞാൻ വാങ്ങുന്ന കൂളിംഗ് ഗ്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ വാങ്ങുന്ന കൂളിംഗ് ഗ്ലാസ് മമ്മൂക്ക വെക്കുന്ന അതേ ഡിസൈനായിരിക്കും ഞാൻ വാങ്ങുക. അല്ലാതെ എനിക്ക് ഒരു മുതലും ഇഷ്ടപ്പെടില്ല. അത് എൻ്റെ മനസ്സിലുണ്ടാവും, ഇത് ആ ഒരു മോഡലാണെന്ന് മനസ്സിലാക്കിയാൽ ഞാനത് വാങ്ങും. അല്ലാതെ എനിക്കൊരു സാധനം ഇഷ്ടപ്പെടില്ല. അത്രയ്ക്ക് പെർഫെക്റ്റായ സാധനമേ ഞാൻ വാങ്ങാറുള്ളൂ. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസൈന് എൻ്റെ മനസ്സിലുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഫോട്ടോസിൽ കണ്ടാൽ ആ ഡിസൈന് ഈ ഒരു കൂളിംഗ് ഗ്ലാസിൻ്റെ ടൈപ്പാണെന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് അത് വാങ്ങാതിരിക്കാൻ പറ്റില്ല. അത് എൻ്റെ ഒരു ഇതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതെന്താണെന്നറിയില്ല, എനിക്കും തന്നെ അറിയില്ല. എവിടെ കണ്ടാലും അത് വാങ്ങിപ്പോയി. ഞാൻ ഫസ്റ്റ് വെച്ച കണ്ണാട എനിക്ക് ഏകദേശം മൂപ്പരിട്ടൊരു സാമ്യമുണ്ട്. അപ്പോൾ അത് ഒന്നും നോക്കിയില്ല, അത് എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടാണ്. ചെറിയൊരു വലിപ്പക്കുറവുണ്ട്, എന്നാലും വേണ്ടിയില്ല, അത് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ വില പേശിയപ്പോൾ ഒരു 10 രൂപ കൂടെ കുറഞ്ഞിട്ടുണ്ട്. 90 രൂപയ്ക്ക് മൂപ്പര് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കണമെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആളുകൾ ഇങ്ങോട്ട് കുതിച്ചു വരും, നിങ്ങൾ ഈ ഒരു സ്ഥാപനം കണ്ടാൽ നിങ്ങളിരുന്ന സാധനം വീണ്ടും വീണ്ടും വാങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 10 രൂപ അവർ ഡൗൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. കെലിയിലെ വില ബാക്കി ഐറ്റംസുകളൊക്കെ കാണിച്ചു കൊടുക്കേ. ഇവരെ നമുക്കൊരു 10 രൂപ കുറച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വില ഒന്ന് പ്രൊമോഷൻ ചെയ്യാം. ഇതൊക്കെയാണ് കാണിച്ചു കൊടുക്കേ, 10 രൂപ കുറച്ച്. അപ്പോൾ ആദ്യമായിട്ടാണ് കൂളിംഗ് ഗ്ലാസ്സിന് 10 രൂപ കുറക്കുന്നുണ്ട്. അപ്പോൾ 10 രൂപ ബാലൻസ് നമ്മുടെ അടുത്തുള്ള ആ ഒരു ബെൽറ്റിൻ്റെ ഷോപ്പിൽ നിന്നാണ് അയാൾ വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കടയും ആ ബെൽറ്റിൻ്റെ കടയൊക്കെ ഒരേ ഒരു ആളുടേതാണ് തോന്നുന്നത്. അപ്പോൾ മുതലാളി അതാവാനാ ചാൻസ്. ബായിനോട് പറഞ്ഞോ വീഡിയോ വരും, ആളുകൾ ഇനിയും കൂടുമെന്ന് പറഞ്ഞു. ആ ബായ് ശരി ബായ് എന്ന് പറഞ്ഞു. അങ്ങനെ കെവിനോട് പറഞ്ഞു നമുക്കൊരു എൻട്രി വീഡിയോ ചെയ്താലോ ചോദിച്ചു. ആളുകൾ ഇങ്ങനെ വരികയാണ് കേട്ടോ. പടച്ച തമ്പുരാനെ, എടാ മമ്മൂക്കടാ, തിരൂര് മമ്മൂക്ക, കറക്റ്റ് മമ്മൂക്ക, 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 കറക്റ്റ് ലുക്കടാ. അപ്പോൾ മക്കളെ, തിരൂര് കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല കേട്ടോ. ഇനിയുമുണ്ട് കുറേ കാഴ്ചകൾ. തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.